ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ക്ഷമയെ പറ്റി പറയാം. ക്ഷമ എന്നത് ഒരു ദിവ്യ ഔഷധമാണ്. കലികാലത്തിൽ ക്ഷമ കിട്ടാക്കനിയാണ്. ഏതൊരു ശത്രുവിനെയും നിരായുധനാക്കുന്ന ആയുധമാണ് ക്ഷമ. ക്ഷമ എന്ന ഈശ്വരീയ ഭാവം കൊണ്ട് ജീവിതത്തിലെ ഏതവസ്ഥയും തരണം ചെയ്യാൻ സാധിക്കും. ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാനും സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതെല്ലാം തിരിച്ചു പിടിക്കാനും സാധിക്കും. അക്ഷമയാണ് ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം. അക്ഷമ നമ്മളിലെ നെഗറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കും. അക്ഷമയിൽ ഉൾക്കൊള്ളുന്ന തീരുമാനങ്ങൾ പരാജയപ്പെടും. ക്ഷമയോടെ പ്രവർത്തിക്കുക. കുടുംബത്തിലും സമൂഹത്തിലും ക്ഷമയെന്ന ഔഷധത്തെ വെല്ലാൻ മറ്റൊരു ഭാവമില്ല. കോപം കൊണ്ടു സർവം നശിപ്പിക്കാൻ കഴിയും, ഒന്നും നേടാൻ കഴിയില്ല. എന്നാൽ ക്ഷമ കൊണ്ട് എല്ലാം നേടാനും സൃഷ്ടിക്കാനും കഴിയും. ബന്ധങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരെ എല്ലാം ക്ഷമിക്കും. ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ കുഞ്ഞു കാര്യം പോലും വലുതായി കണ്ട് കലഹമുണ്ടാക്കും. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കുറഞ്ഞ ഇടവേളയാണ് ജീവിതം. ലൗകിക ജീവിതത്തിലെ തീർത്ഥാടകരാണ് നാമെല്ലാം. ഈ നിമിഷം എന്ന ജീവിതത്തിൽ ക്ഷമയും സന്തോഷവും പകരാൻ സാധിച്ചാൽ ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഹൃദയത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ക്ഷമിക്കാനാണ് പഠിക്കേണ്ടത്. നമുക്കില്ലാത്തതും അത് തന്നെയാണ്. ക്ഷമിക്കാൻ പഠിച്ചാൽ നേടാൻ കഴിയാത്തത് ഒന്നും തന്നെയില്ല. ക്ഷമ ഒരു മനോബലമാണ്. ജീവിതയാത്രയിൽ ക്ഷമ എന്ന തീർത്ഥം പകരാൻ സാധിച്ചാൽ ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഹൃദയത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കുന്നതിൽ നാണക്കേട് വിചാരിക്കരുത്. താഴ്മ എന്നത്, വിനയം എന്നത് നമ്മെ വലിയവരാക്കും. എല്ലാം ക്ഷമിക്കുന്നവനെ ഭീരുവായി കാണരുത്. ക്ഷമ അവൻ്റെ മഹത്വമാണ്, ഈശ്വരീയ ഭാവമാണ്. ക്ഷമയോടെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഫലം കാണാതെ പോയിട്ടില്ല. ഈശ്വരനിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ക്ഷമ. ക്ഷമ നമുക്ക് ആത്മസംതൃപ്തി നൽകും. അക്ഷമയും കോപവും ദുർവികാരങ്ങളാണ്. അവ മനസ്സിൽ നിന്നും അകറ്റുക. എപ്പോഴും ഈശ്വരനാമം ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.